ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു ബീട്രൂട്ട് ക്രീം ഉണ്ടാക്കാം. ഒരു ക്രീമായിട്ടല്ല, ഒരു സെറോ ആയിട്ടല്ല എന്നുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. അതിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒരു ചെറിയ ബീട്രൂട്ട് എടുത്താൽ മതി. എൻ്റെ അടുത്ത് ചെറുതില്ലാത്തത് കൊണ്ടാണ് ഞാൻ വലുതെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫുള്ളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രം എടുത്താൽ മതി. അത് നല്ലോണം ഇതുപോലുള്ള ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ചിരണ്ടി എടുക്കുക. ഇങ്ങനത്തെ സ്ക്രാപ്പർ നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിൽ കനം കുറഞ്ഞരിഞ്ഞിട്ടതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ടൊന്ന് അടിച്ചെടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്തെന്നാന്ന് വെച്ചാൽ, അത്ര ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്തെന്നാന്ന് വെച്ചാൽ, നമ്മുടെ കൈകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ അതിൻ്റെ എക്സാക്റ്റ് നീര് നമുക്ക് കിട്ടും. അതേ സ്ഥാനത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെയ്യുന്ന സമയത്ത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അരിപ്പയിലൂടെ അതിൻ്റെ നീര് അരിച്ചെടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് നിങ്ങളെ വീട്ടിൽ തന്നെയുള്ള ചെടിമേലുള്ള അലോവേര ജെല്ല് എടുക്കരുത്. അങ്ങനെ എടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഷെൽഫ് ലൈഫ് ഉണ്ടാവില്ല. അലോവേര ജെല്ല് നമ്മളെപ്പോഴും കടയിൽ നിന്ന് വാങ്ങിയ അലോവേര ജെല്ല് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് പൊട്ടിച്ച് വയ്ക്കുന്നത്. 1 2 നിങ്ങൾക്ക് എടുക്കുക. ഓയിലി സ്കിന്നുള്ളവർ ഒറ്റൊന്ന് എടുത്താൽ മതി കേട്ടോ. ഇതെല്ലാം കൂട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഞാനിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് ഒരു സെമി ലിക്വിഡ് ആയിട്ടുള്ള പരുവത്തിലാണ്. നിങ്ങൾക്കിതൊരു ക്രീമിൻ്റെ രൂപത്തിൽ തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബീട്രൂട്ട് ജ്യൂസിൻ്റെ അളവ് കുറച്ചിട്ട് അലോവേര ജെല്ലിൻ്റെ അളവ് കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി ലെവലായിട്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഗ്ലിസറിനും കൂടിയാണ് ഒഴിക്കുന്നത്. ഗ്ലിസറിന് ഓപ്ഷണലാണ്, പക്ഷേ നിങ്ങളുടെ അടുത്ത് ഗ്ലിസറിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസിന് സ്കിൻ വൈറ്റനിങ്ങിനെല്ലാം നല്ലോണം സഹായിക്കുന്ന ഒരു സാധനമാണ് ഗ്ലിസറിൻ. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് അലോവേര ജെൽ ഇടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി തിക്കായിട്ട് കിട്ടും. അപ്പോൾ നല്ല തിക്നെസ്സിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അലോവേര ജെൽ ആഡ് ചെയ്താൽ മതി. അതിനുശേഷം നല്ല എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിൽ ഇത് അടച്ച് വെച്ച് സൂക്ഷിക്കുക. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഫ്രിഡ്ജിലുള്ളവർ ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കിടിലൻ ഒരു ക്രീമാണ് കേട്ടോ ഇത്. അപ്പോൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ മുഖത്ത് നിങ്ങൾ ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഫ്രിഡ്ജിൽ തന്നെ അടച്ച് വെച്ചിട്ട് സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ ദിവസവും രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ഇതിങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തെന്നാണെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ഒരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന കിടിലൻ ക്രീമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും നിങ്ങൾ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.